ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അപ്പം ഞങ്ങൾ ദൈവദാസന്മാർ പറയുമ്പോൾ മടുത്തു പോകാതെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവമക്കളായ നിങ്ങളും തയ്യാറാകണം. ഈ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ തന്നെ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൂഷണമല്ല, അതൊരു ഭംഗിയല്ല, അതൊരു അഭംഗിയാണ്. അതുകൊണ്ട് മടുത്തു പോകാതെ എല്ലാ ദൈവജനവും ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവോടെ പ്രാർത്ഥിപ്പാൻ ദൈവസ്നേഹത്തിൽ അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല രാത്രി ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ ടി എൻ കുശിപ്പാസ്റ്റർക്കായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, വിശേഷിച്ച് ഈ രാത്രിയിലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ, നമുക്കെല്ലാവർക്കും സുപരിചിതനായ കർത്തദാസൻ പാസ്റ്റർ എബ്രഹാം തരകനവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കടന്നു കർത്താവിൻ്റെ ദാസൻ കോശിയേശ് പാസ്റ്റർ നമ്മുടെ മധ്യയുണ്ട്. പ്രിയ റേച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളിന് ശേഷം നമ്മുടെ മധ്യ ഒരുമിച്ചായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവനായി സ്തോത്രം. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യം വരെ നാമത്തിലുള്ള ഇവൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി വളരെ പ്രാർത്ഥനയോടെ കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങനെ ഹൃദ്യമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തരകനവറുകളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം സേവിക്കാം. ദൈവം നമ്മെ സഹായിക്കും. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. ആശയറ്റതാമീയുലകിൽ ആശ്രയിപ്പാൻ പോകരുതേ. ആശയറ്റതാമീയുലകിൽ ആശ്രയിപ്പാൻ പോകരുതേ. ആശ്രയിപ്പാൻ ഇടമൊന്നേ, ആശ്രയമായന്നേശു മതി. ആശ്രയിപ്പാൻ ഇടമൊന്നേ, ആശ്രയമായന്നേശു മതി. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷിക്കുന്ന ടി എൻ കുശി പാസ്റ്റർ, ജോൻ ജോസഫ് പാസ്റ്റർ, അതുപോലെ സദസ്സിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയം ഒരുപാട് കഴിഞ്ഞ് 7:45, അതുകൊണ്ട് ചുരുങ്ങിയ സമയം മാത്രമാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് വചനത്തിലേക്ക് തന്നെ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം പാടിയ പാട്ടിൽ കേട്ടതുപോലെ നമ്മളെല്ലാം സിയോൻ സഞ്ചാരികളാണ്. നമ്മളുടെ ഈ സിയോൻ യാത്ര അതെന്ന് തീരും. ആ സിയോൻ യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ അതിൽ ഭയപ്പെടേണ്ട,
എന്ത് വിഷയം വന്നാലും, രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം, അനർത്ഥങ്ങളോ ആപത്തുകളോ ആയിരിക്കാം, പക്ഷേ അതിൻ്റെയൊക്കെയും നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു യാത്രയുമുണ്ട്. നാം ഇവിടെ പരദേശവാസികളാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയുള്ള സ്വന്തം ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ഈ ജീവിത സാഗരത്തിൽ, ഈ ജീവിത യാത്രയിൽ, ഈ മരുഭൂമി യാത്രയിൽ, അതുപോലെ ഈ ജീവിത പടകിൽ നാം ആയിരിക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരാൻ സാധ്യതകളുണ്ട്. കാരണം ഈ ദുഷ്ടൻ്റെ അധീനതയിലാണ് ഈ ലോകമായിരിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ, അതിനെയെല്ലാം ജയിപ്പാൻ തക്കവണ്ണം നമുക്കൊരു ഉറപ്പുണ്ട്. എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. കാരണം ഭയപ്പെടേണ്ട എന്ന് തന്നെ വേണ്ട 368 പ്രാവശ്യം ബൈബിളിൽ പല ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് ഒരു ഭാഗം വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. ജീവനുള്ള പ്രത്യാശയ്ക്കായി ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മതി. ഈ ഒരു വാക്യത്തിൽ നിന്ന് മാത്രമായിട്ടാണ് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ബ്രീഫായിട്ട് ഉള്ള ഉള്ളടക്കം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യങ്ങളാണ്. കാരണം ആ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 3-ൻ്റെ അവസാനമൊക്കെ നമുക്ക് കാണുന്നത് നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമുണ്ട്, ജീവനുള്ള പ്രത്യാശ. അപ്പം ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മെ വീണ്ടും ജനനം നാം പ്രാപിച്ചത്. അതുപോലെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന നിത്യരക്ഷ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ രക്ഷ, അത് നിത്യരക്ഷയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ്. അതിനുവേണ്ടിയാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. 3-ാമത് അവിടെ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി. അപ്പം ദൈവശക്തി, നമ്മെ കാക്കുവാൻ വേണ്ടിയുള്ള ദൈവശക്തി, അത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ദൈവശക്തിയാണ്. ഏറ്റവും പ്രധാനമായ പോയിന്റ്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹല്ലേലൂയ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ക്ഷയമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്, വാട്ടമില്ലാത്തതാണ്. അപ്പോൾ ക്ഷയമില്ലാത്തത് ക്ഷയിക്കാത്തതാണ്, അത് പൂർണ്ണതയുള്ളതാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മീയമായ അവകാശങ്ങൾ അത് പൂർണ്ണതയുള്ളതാണ്, അത് പെർഫെക്ഷൻ ഉള്ളതാണ്, അത് മാലിന്യമില്ലാത്തതാണ്, അത് വിശുദ്ധമായതാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ അവകാശം വാട്ടമില്ലാത്തതാണ്, നിത്യമായതാണ്. ഭൂമിയിൽ നമ്മൾ മക്കൾക്ക് ഷെയർ വീതിച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ അവർക്ക് അവകാശം കൊടുക്കാറുണ്ട്. 10 സെൻറ്റുള്ള ഭൂമിയുള്ള ഒരാൾ 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും 5 സെൻറ്റ് വീതം വീതിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ വീടുണ്ടെങ്കിൽ വീട് ഷെയർ ചെയ്യാറുണ്ട്, ഓരോ വീട് ഓരോരുത്തർക്ക്. പക്ഷേ എത്രയായാലും അതെല്ലാം ക്ഷയം ഉള്ളതാണ്, അതുപോലെ തന്നെ വാട്ടമുള്ളതാണ്. ഒരു വീടിൻ്റെ ശാസ്ത്രജ്ഞർ പറയും, എൻജിനീയേഴ്സ് പറയും 50 വർഷമാണ് സാധാരണഗതിയിൽ ഒരു വീടിൻ്റെ കാലപ്പഴക്കം. അത് കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ 50 അല്ലെങ്കിൽ 75 അല്ല 100 ആണെന്ന് വിചാരിക്കുക. എന്നിരുന്നാലും അതിനൊരു കാലപരിധിയുണ്ട്, ഒരു ലിമിറ്റേഷനുണ്ട്. അത് ക്ഷയിച്ചു പോകുന്നതാണ്, അത് വാട്ടമുണ്ടാകുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന അവകാശം അത് ക്ഷയമില്ലാത്തതാണ്, അത് മാലിന്യമില്ലാത്തതാണ്, അത് പരിപാവനമാണ്, അത് വിശുദ്ധമായതാണ്, അത് വാട്ടമില്ലാത്തതാണ്, അത് നിത്യമായ അവകാശമാണ്. ഹല്ലേലൂയ. ആ അവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരാണ്, എല്ലാവരും ദൈവമക്കളാണ്, ആ അവകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത് അന്ത്യകാലത്താണ്. നാം ആയിരിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ പോരാ, ബൈബിളിലൊക്കെ അന്ത്യകാലം എന്ന് പറയുന്നുണ്ട്, ഇത് അന്ത്യകാലമാണെന്ന്. അതുപോലെ തന്നെ ലേഖനങ്ങളിൽ അന്ത്യ സമയമാണെന്ന് പറയുന്നുണ്ട്, അന്ത്യനാഴിക എന്ന്
എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഏതാണ്ട് അന്ത്യനിമിഷത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. നാളെയാണോ മറ്റന്നാളാണോ അല്ലെ അടുത്ത മാസമാണോ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത എന്ന് നാം അറിയുന്നില്ല. കാരണം കർത്താവിൻ്റെ വരവ് അതുപോലെ ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ അതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും, വൈദ്യശാസ്ത്രം പുരോഗമിച്ചെങ്കിൽ തന്നെയും മനുഷ്യന് ആയുസ്സിന് ആർക്കും ആരെയും നിയന്ത്രിക്കുവാൻ സാധിക്കാത്തൊരു കാലഘട്ടം. നമ്മൾ രോഗികളാണെങ്കിൽ നമ്മൾ വിചാരിക്കും ആ രോഗമായതുകൊണ്ടാണ്. ഇത് യാതൊരു രോഗവുമില്ലാതെ ഇപ്പോൾ അറിയാം, കഴിഞ്ഞ 10 ദിവസത്തിനകത്ത് തന്നെ പ്രഗത്ഭരായ 4 ഡോക്ടർമാർ ചെറുപ്പക്കാർ കുഴങ്ങി വീണു മരിച്ചു. ഇന്ത്യയിൽ തന്നെ 4 ഡോക്ടർമാർ. അപ്പോൾ അതിനെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. എത്ര വൈദ്യശാസ്ത്രം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും, ഏതെല്ലാം മണ്ഡലങ്ങൾ വർദ്ധിച്ചു വരുന്നു, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാലും എല്ലാത്തിനും പരിമിതികളുണ്ട്. സർവശക്തനായ ദൈവമാണ് നമുക്ക് ആരോഗ്യം തരുന്നത്, ബലം തരുന്നത്, ആയുസ് തരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഇവിടെ പറയുന്ന അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ രക്ഷ. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബൈബിളിൽ പല ഭാഗങ്ങളിലും അന്ത്യകാലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ 1-2 ഭാഗം മാത്രം സ്പർശിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതലുള്ള. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക. മതി. അപ്പോൾ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി അറിയിക്കുകയാണ്. അന്ത്യകാലത്ത് ഒരു പ്രത്യേകത എന്താണ്? ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ദുർഘട സമയങ്ങൾ പറയുന്നതിൽ തന്നെയും പ്രധാനമായിട്ട് പറയുന്നത് അവിടെയുള്ള ജനത്തിൻ്റെ വിഷയങ്ങളാണ്, അല്ലെ വിശ്വാസഗോളത്തിലുണ്ടാകുന്ന വിഷയങ്ങളാണ്, വിശ്വാസികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അവിടെ സ്പർശിക്കുന്നത്. ഒന്നാമത് സ്വസ്നേഹികളാകുന്നു, സ്വാർത്ഥത വർദ്ധിക്കുന്നു, ദ്രവ്യാഗ്രഹം വർദ്ധിക്കുന്നു, പണം എന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടി മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ വമ്പ് പറയുന്നു, പൊങ്ങച്ചം പറയുന്നു. അതുപോലെ അഹങ്കാരികൾ, ദൂഷകന്മാർ, മറ്റുള്ളവരെ ദുഷിക്കുന്നവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമനുഷ്യരുടെയിൽ കൊലപാതകം വരെയാണ് നടക്കുന്നത്. അതുപോലെ നന്ദി കെട്ടവർ, അശുദ്ധര്, വാത്സല്യമില്ലാത്തവര്, ഇണങ്ങാത്തവര്, ഏഷണിക്കാര്, അജിതേന്ദ്രിയന്മാരെന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. സ്വയമായിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. കാരണം മുൻകോപം വരുമ്പോൾ ചിലപ്പോൾ നടന്ന കൊലപാതകമായിരിക്കാം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ സാധിക്കാത്തൊരു അനുഭവമാണ്. അജിതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്, അതൊക്കെയും കാണുവാൻ സാധിക്കുന്നു സമൂഹത്തിൽ. സൽഗുണദോഷികള്, അവർക്ക് സൽഗുണമല്ല വേണ്ടത്. അതുപോലെ ദ്രോഹികള്, ധാർഷ്ട്യക്കാര്, നിഗളികളായിട്ടുള്ള മനുഷ്യര്. അതുപോലെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിരിക്കുന്നവർ, ദൈവസ്നേഹമില്ലാതെ അവർ ഭോഗങ്ങളിൽ സന്തോഷിക്കുന്നവർ, അതിൽ പ്രിയപ്പെടുന്നവർ. അതുപോലെ അവരെല്ലാം ചെയ്യുന്ന എന്താണ്? ഭക്തിയുടെ വേഷമാണ് ധരിക്കുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറുന്നു. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. യൂദാ പറയുന്നു, യേശുവിൻ്റെ സഹോദരനായ യൂദാ പറയുന്നു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അതിൻ്റെ താഴെയും മേളിലുമെല്ലാം അന്ത്യകാലത്ത് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ലേഖനം എഴുതിയത് തന്നെ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന, വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ്. അവരോട് തന്നെയാണ് അറിയിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണം.
കാരണം അവിടെ ഓരോരുത്തരും പറയുന്നുണ്ട്, അന്ത്യകാലത്ത് പിറുപിറുപ്പുകാരുണ്ടാകും, ആവലാതി പറയുന്നവരുണ്ടാകും, മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുണ്ടാകും, വമ്പ് പറയുന്നവർ, മുഖസ്തുതി പ്രയോഗിക്കുന്നവർ, അതുപോലെ തന്നെ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. ഭക്തികെട്ട മോഹങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ മോഹങ്ങൾ യഹോവ ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ളതാകരുത്. നമ്മുടെ ദൈവഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള മോഹങ്ങൾ ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത്. അതിവിടെ പറയാം, അന്ത്യകാലത്താണ് ഈ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുന്നത്. അതുപോലെ പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, അവിടെ അതിനുള്ള സജഷൻ പറയുകയാണ്, വായിക്കണ്ട. അപ്പോൾ അവിടെയെല്ലാം സജഷൻസാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്കുള്ള ഉപദേശങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. നാം എങ്ങനെയാണ് ഇതിനെ ജയിക്കേണ്ടത്? ഈ അന്ത്യകാലത്തിൻ്റെ അനുഭവങ്ങളായിരിക്കുമ്പോൾ നിത്യരക്ഷയ്ക്കായി നാം ഒരുക്കപ്പെടണം. അന്ത്യകാലത്ത് ലേഖനത്തിൽ നാം വായിച്ചതുപോലെ നാം അന്ത്യകാലത്ത് നിത്യരക്ഷയ്ക്കായി നാം ഒരുക്കപ്പെടണം. നാം എല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. ഇനി നമുക്ക് വേണ്ടത് നിത്യമായ രക്ഷയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കണമെന്നാണ് നമുക്കിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രവാസകാലമാണ്, അത് ദൈവഭയത്തോടെ ആയിരിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ഉപദേശത്തോടെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ 2 തിമോഥെയോസ് 3:10 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയെ പിന്തുടരുക. അപ്പോൾ നാം ചെയ്യേണ്ടത് തന്നെയാണ്, നമ്മോട് തന്നെയാണ് പറയുന്നത്. ഈ അന്ത്യകാലത്ത് നമുക്ക് ചെയ്യുവാനുള്ളത് പൗലോസ് പറയുന്നു, എന്നെ നീ അനുകരിക്കുക. നമുക്ക് ദൈവത്തെ അനുകരിക്കാം, പൗലോസിൻ്റെ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാൻ സാധിക്കും. എൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ വചനത്തെ നാം അതിനെ പിന്തുടരുക, ദൈവത്തിൻ്റെ വചനത്തെ പിന്തുടരുക. 3:10 ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ ആ ഉപദേശങ്ങൾ, അതുപോലെ നടപ്പ്, അതുപോലെ നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശ്യം, നമ്മുടെ വിശ്വാസം, അതുപോലെ ദീർഘക്ഷമയും സ്നേഹവും, ദൈവസ്നേഹം, സഹിഷ്ണുത, ഇവയൊക്കെയും നാം പിന്തുടരുക. നാം ദൈവസ്നേഹത്തിലുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ഇതിനെ സഹിക്കുവാൻ, കാരണം കഷ്ടത ഉണ്ടാകുമ്പോഴാണ് സഹിഷ്ണുതയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ കഷ്ടതയിൽ നാം ക്ഷീണിച്ചു പോവുകയല്ല വേണ്ടത്, സഹിഷ്ണുതയുടെ അനുഭവത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. സഹിക്കുവാനുള്ള ആ ഒരു പ്രാപ്തിയാണ്, കഴിവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ഹല്ലേലൂയ, അതിനെ പിന്തുടരുക. അപ്പോൾ നമ്മുടെ ജീവിതം ആത്മീയ സ്നേഹത്തിൽ വളർത്തിച്ചു വരുവാൻ, ആത്മീയ വർധനമുണ്ടാകുവാൻ, ദൈവ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ആണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 8:12 പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. അപ്പോൾ നാം കർത്താവിനെ അനുഗമിക്കുക, കർത്താവിനെ പിന്തുടരുക. കർത്താവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുളിൽ നടക്കുകയില്ല. ലോകത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഇരുളിൽ നടക്കുന്ന കാലഘട്ടമാണ്, അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളാണ്. അതിൽ നിന്നും വെളിച്ചത്തിലുള്ളവരായി നടക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിലുള്ളവരായി നടക്കുവീൻ. നാം മരമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കണം, തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ നാം ശോഭിക്കണം. അത് യേശുവിനോട് നാം പറ്റിയിരിക്കണം. ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നാം ഉപയോഗിക്കപ്പെടണം. ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ മാർവോട് ചേർന്നിരിപ്പാൻ, ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അനുഭവിച്ചറിയുവാൻ, കർത്താവിനുള്ള സ്പർശനം ഏൽക്കുവാൻ, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. കാരണം അന്ത്യകാലത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നാലും അതുകൊണ്ട് ഭയപ്പെടുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രവാസകാലം ഭയത്തോടെ എന്ന് പറഞ്ഞാൽ ദൈവഭയത്തോടെ നാം ആയിരിക്കുവാനും കർത്താവിനോട് പറ്റിയിരിക്കുവാനും ഇതിനെ എല്ലാം ഈ അന്ധകാരശക്തികളെ ജയിപ്പാനുമാണ് നാം ആഗ്രഹിക്കേണ്ടത്. യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോഹന്നാൻ തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് അറിയപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ നമ്മൾ അറിയിക്കുന്നു, നാം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവനിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിലും നാം ലോകത്തെ സ്നേഹിക്കരുത്, നാം പാപത്തെ സ്നേഹിക്കരുത്, അന്ധകാര ശക്തികളെ നാം സ്നേഹിക്കരുത്.
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. ജഡമോഹം എന്താ, കൺമോഹം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവനത്തിൻ്റെ പ്രതാപം, അതിൽ നിന്നെല്ലാം ഒഴുകി നിൽക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹവും എല്ലാം ഒഴുകി പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിലും ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ഓരോ ദിവസവുമായിരിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എന്ത് പ്രവൃത്തി ചെയ്താലും, ദൈവമേ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതാണോ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ളതാണോ, ആ ലോകത്തിൻ്റെ വഴിയിൽ പോകുന്നതാണോ എന്ന് നാം ഒന്ന് ശോധന ചെയ്തിട്ട് വേണം അതിലേക്ക് കൈ നീട്ടുവാൻ. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതുകൊണ്ട് വിളിക്കുന്നു യോഹന്നാൻ, പ്രായമായി വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുന്നു, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അന്ത്യനാഴികയാണ് എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തിരിക്കുന്നത്. അന്ത്യനാഴികയാണ്, എതിർ ക്രിസ്തു വരുന്നു. എതിർ ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പ് മേഘപ്രത്യക്ഷതയുണ്ട്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മധ്യമേഘങ്ങളിൽ സ്വർഗത്തിൽ നിറങ്ങി ആകാശത്ത് വരുമ്പോൾ നാമും രൂപാന്തരപ്പെട്ട്, ജീവനോടെ ശേഷിക്കുന്ന നാമൻ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന അനുഭവമാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ജീവനോടെ ശേഷിക്കുന്നവരും രൂപാന്തരപ്പെട്ട് നാമും കർത്താവിനെ എതിരേൽപ്പാൻ, എടുക്കപ്പെടുവാൻ. നാം ഒരിക്കലും കൈവിട്ടു പോകുന്ന അനുഭവം ഉണ്ടാകരുത്. അവിടെ ആരോഗ്യം ഒരു വിഷയമല്ല, പ്രായം ഒരു വിഷയമല്ല. കർത്താവാണ് നമ്മളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അടുത്ത ആ ഭാഗം നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചു, വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാക്കപ്പെടണം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആഴമേറിയ വിശ്വാസമായിരിക്കണം, ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണം, വചനത്തിലുള്ള വിശ്വാസമായിരിക്കണം, അത് നിർവ്യാജ വിശ്വാസമായിരിക്കണം, അതുപോലെ തന്നെ അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം എന്നെല്ലാം ഓരോ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവശക്തിയിൽ നിത്യതയ്ക്കായി നാം കാക്കപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ആ നിത്യമായ സ്വർഗമാണ്, ആ അവകാശമാണ്. അതിനുവേണ്ടി നാം കാക്കപ്പെടുവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതുപോലെ അടുത്തത് പറയുന്നു, ആദ്യം പറയുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ജീവനുള്ള പ്രത്യാശ. എന്താണ് ജീവനുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ജീവനുള്ള പ്രത്യാശ. അപ്പോൾ എല്ലാത്തിനും ജീവനില്ല, പക്ഷേ വചനം പറയുന്നുണ്ട് ജീവനുള്ള പ്രത്യാശ, ജീവനുള്ള വചനം, അതുപോലെ ജീവനുള്ള കല്ല് എന്നൊക്കെയും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്, സ്വർഗീയമായ പ്രത്യാശയ്ക്കായിട്ടാണ് നാം ഒരുങ്ങേണ്ടത്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടാണ്, ഭംഗമില്ലാത്ത പ്രത്യാശയ്ക്കായിട്ടാണ് നാം ഒരുങ്ങേണ്ടത്. ആ ഒരു പ്രത്യാശ ലോക മനുഷ്യർക്ക് ലഭിക്കുകയില്ല, നമുക്ക് മാത്രമുള്ളതാണ് ആ ഭാഗ്യകരമായ സ്വർഗീയമായ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയാണ് നമ്മെ ഓരോ ദിവസവും കാക്കുന്നത്, ദൈവശക്തിയിൽ നമ്മെ കാക്കുന്നത് ആ ഒരു പ്രത്യാശയാണ്. ലോകം എങ്ങനെ വന്നാലും, എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും, ഹല്ലേലൂയ, അതൊക്കെ ഭാരങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, ഭർത്താവ് പറയുന്നുണ്ട്, ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ വേണ്ട വിഷയങ്ങളെല്ലാം ഈ ലോകത്താം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടെ വേണ്ട എല്ലാം കർത്താവ് നമുക്ക് തരും എന്നുള്ള വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 1 പത്രോസ് 1:21 നാം കാണുന്നു. 1 പത്രോസ് 1:23, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് ജീവനുള്ള വചനത്താലാണ്. നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് ആ ജീവനുള്ള വചനം നശിച്ചു പോകാത്ത ഒരു വിത്താണ്. കാരണം വചനത്തിൽ നിന്നൊരാൾ ജനിക്കണമെങ്കിൽ ആ വചനം നശിച്ചു പോകാത്ത ഒരു വിത്ത് തന്നെയാണ്. ഹൃദയത്തിൽ നട്ടിരിക്കുന്ന ദൈവവചനത്താലാണ് നാം ജനിക്കേണ്ടത്. അപ്പോൾ ദൈവവചനമാണ്, വചനം ഒരു വിത്താണ്. അത് ഹൃദയത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവവചനം, ആ വചനത്താലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ജനനം തരുന്ന
ഹൃദയത്തിൽ തരുന്ന, ഹൃദയത്തിൽ ചൈതന്യം തരുന്ന, ഹൃദയത്തെ നിയന്ത്രിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ജീവിത യാത്രയെ നിയന്ത്രിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. അതുപോലെ ജീവനുള്ള കല്ലെന്ന് പറയുന്നു 1 പത്രോസ് 2:4 പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ മതി. അപ്പോൾ മനുഷ്യർ തള്ളിയതാണ്, പക്ഷേ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തു. അപ്പം ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, നാം ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് എന്താണ് നമ്മളെ ചെയ്യുന്നത്? നാം വരുമ്പോൾ നമ്മെയും കർത്താവ് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി രൂപാന്തരപ്പെടുത്തുന്നു. ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കല്ലായ ആത്മീയ ഗ്രഹമായി, സ്പിരിച്വൽ ഹൗസായി അവിടെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. വേറെ എങ്ങും പോയാൽ ആ ഒരു അനുഭവം കിട്ടുകയില്ല. ലോകത്തേക കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ് നമ്മെ ജീവനുള്ള കല്ലുകളായി രൂപാന്തരപ്പെടുത്തി ആത്മീയ ഗ്രഹമായി ഒരു സ്പിരിച്വൽ ഹൗസാക്കി നാം പണിയപ്പെടുന്നു. നമ്മെ വീണ്ടും ജനിപ്പിക്കുന്ന അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ പ്രത്യാശയിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു, റോമർ 8:18 ഞാൻ പറഞ്ഞു വിടുകയാണ് സമയത്തിന് ചുരുക്കം കൊണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ആ തേജസ് വിചാരിച്ചാൽ നമുക്ക് സാരമില്ല, കാരണം നമുക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശ ഉണ്ടായതുകൊണ്ട് ആ കഷ്ടത വന്നാലും ഭാരങ്ങൾ വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്. നമുക്ക് ആ പ്രത്യാശ ഉണ്ടായതുകൊണ്ട് അതിനെ എല്ലാം ഓവർടേക്ക് ചെയ്ത് നമുക്ക് നിത്യതയ്ക്ക് അവകാശികളാകുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. കഷ്ടങ്ങൾ സാരമില്ല. ആ തേജസ്സിൻ്റെ നിത്യകരം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കും. അതുപോലെ പ്രത്യാശയിൽ പ്രതികൂലങ്ങളിൽ മുമ്പോട്ട് പോകുവാനുള്ള ധൈര്യം നമുക്ക് തരുന്നുണ്ട്. അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. തലമുറകളെ വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം ആകാശ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കര മണൽത്തരി പോലെ വർദ്ധിപ്പിക്കുമെന്നുണ്ട്. അതുപോലെ തന്നെ ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. പക്ഷേ ഒരു മോൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അബ്രഹാം ആയിരിക്കുന്നത്. പക്ഷേ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് തലമുറകളെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എത്രയോ അതുപോലെ ബഹുജാതികൾക്ക് പിതാവായി മാറി അബ്രഹാം. അതുകൊണ്ട് അതിൽ നിഗളിക്കുന്ന അനുഭവമല്ല, അതുകൊണ്ട് സൂക്ഷ്മമായി കഴിയുന്ന അനുഭവമല്ല. കൂടാരങ്ങളിലാണ് പാർത്തത്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ അവിടെ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ആ വാഗ്ദത്ത ദേശത്താണ് എത്തിയിരിക്കുന്നത്, കനാൻ ദേശത്താണ്. പക്ഷേ വാഗ്ദത്ത ദേശമാണെങ്കിൽ പോലും എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഹല്ലേലൂയ. ആ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. എന്തെല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞാലും കിട്ടി എന്ന് പറഞ്ഞാലും അതൊന്നും ഒന്നുമില്ല, അതെല്ലാം ശൂന്യതയായി പോകുന്ന അനുഭവമാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മെ ആ നഗരത്തിലേക്ക് അവകാശികളാക്കി ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരനുഭവത്തിലാണ് പ്രതികൂലങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ധൈര്യം തരുന്ന ഒരനുഭവമാണ് ജീവനുള്ള പ്രത്യാശ. അപ്പോൾ പ്രത്യാശയാൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. പ്രത്യാശയാൽ നമുക്ക് പ്രതികൂലങ്ങളെ മുമ്പോട്ട് പോകുവാൻ, പ്രതികൂലങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ധൈര്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. എബ്രായർ 6:19 കാണുന്നു, വായിക്കണ്ട ആ ഭാഗം. അവിടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. എന്താ നങ്കൂരം എന്ന് പറയുന്നത്? ഒരു കപ്പൽ അപകടത്തിൽപ്പെടുന്ന അനുഭവം വരുമ്പോൾ കപ്പൽ നങ്കൂരം വിട്ടുറപ്പിക്കാറുണ്ട്. നങ്കൂരം വിട്ടുറപ്പിക്കുന്നത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ്, ആപത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു നങ്കൂരമാണ്. അത് നിശ്ചയമാണ്, അത് സ്ഥിരമാണ്, അത് നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന നങ്കൂരമാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുകയല്ല. പ്രത്യാശ നമുക്കൊരു നങ്കൂരമായി, ഒരു അഭയസ്ഥാനമായി, ഒരു സംരക്ഷണമായി നമ്മെ ഓരോ ദിവസവും സൂക്ഷിക്കുന്നു. ആ ഒരു പ്രത്യാശയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് ജയം ലഭിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഹല്ലേലൂയ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ
സാധിക്കുന്നത്. അല്ല, ക്ഷീണിച്ച് തളർന്നു പോകുന്ന അനുഭവമല്ല. പ്രതികൂലത്തിൻ്റെ അനുഭവം വന്നാലും, പ്രതിസന്ധികൾ കടന്നു വന്നാലും, രോഗത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും, ഹല്ലേലൂയ, അനർത്ഥങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് പ്രത്യാശയുണ്ട്. അവർക്ക് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹോശയ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ പ്രത്യാശയുടെ വാതിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരയെ കൊടുക്കുന്ന ദൈവം. അപ്പോൾ പ്രത്യാശയുടെ വാതിലാണ്. പ്രത്യാശ ഒരു വാതിലാണ്. അത് അവിടെ പറയുന്ന ആഘോർ താഴ്വരയെ കൊടുക്കുമെന്നാണ്. ആഘോർ താഴ്വര നമുക്കറിയാം, ആഖാൻ പാപം ചെയ്തപ്പോൾ ആഖാനെ ശിക്ഷിച്ച സ്ഥലമാണ് ആഘോർ താഴ്വര. എന്നാൽ ആ താഴ്വരയെ, ആ പ്രശ്നസങ്കീർണമായ ആ താഴ്വരയെ ദൈവം അനുഗ്രഹമാക്കി തീർക്കുന്നു. അപ്പോൾ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ശാപഗ്രസ്തമായ അനുഭവങ്ങൾ കടന്നു വന്നാൽ അതിനെയെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രത്യാശയുടെ വാതിലാണ് നമുക്ക്. ഹല്ലേലൂയ. കർത്താവ് ആഘോർ താഴ്വരയെ തരുന്ന കർത്താവ്. ഏത് സങ്കീർണമായ അവസ്ഥയിലും പ്രതിസന്ധിയിലും, ഞാൻ സ്പിരിച്വൽ ബിബ്ലിക്കൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഉള്ള സമയത്ത് ചുരുക്കത്തിൽ അതിൽ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പാപമോചനം പ്രാപിക്കാനുള്ള അവകാശം. പാപമോചനം കൊടുക്കാൻ വേർക്കാർക്കും അവകാശമില്ല. ദൈവത്തിന് മാത്രമേ ഉള്ളൂ. റൈറ്റ് ടു ഗെറ്റ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. പാപക്ഷമ തരുവാൻ വേണ്ടിയുള്ള അവകാശം. അത് നമ്മളുടെ പാപമോചനം നമ്മളുടെ അവകാശമാണ്. നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവയെ അകൃത്യം കണക്കിടുന്നില്ലെങ്കിൽ അതൊരു ഭാഗ്യാവസ്ഥയാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നൊരു അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് പാപമോചനം എന്ന ഒരു വീണ്ടെടുപ്പുണ്ട് എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നു. രണ്ടാമത്, ദൈവത്തിൻ്റെ മക്കൾ ആകാനുള്ളൊരു അവകാശം. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം നമുക്കുണ്ട്. ആ ഒരു അവകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ്. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു. അന്ധകാരത്തിൻ്റെ അധിപതികൾക്ക് നമ്മൾ വണങ്ങിപ്പോകുന്നവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു. എന്നാൽ നമ്മെ അതിൽ നിന്നൊക്കെ ഈ സമീപസ്ഥരായി വലിയവനായ ദൈവം നമ്മെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളാകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇത്രയും നമ്മെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദാവീദ് പാപം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. കാരണം സർവശക്തനായ ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. ഹല്ലേലൂയ. പക്ഷേ നാം പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുവാൻ ഇടയാകരുത്. മൂന്നാമത്, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തെ ഗലാത്യർ 5:1 വായിക്കാം. ഗലാത്യർ 5:1. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം. റൈറ്റ് ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. റൈറ്റ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നമ്മളെല്ലാം സ്വതന്ത്രരാണ്. ഏത് രാജാവ് ഭരിക്കുന്നു എന്നുള്ളതല്ല. സ്വാതന്ത്ര്യത്തിനായിട്ട്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽപ്പീൻ. എവിടെ ഉറച്ചു നിൽക്കേണ്ടത്? ക്രിസ്തുവിലാണ് നാം ഉറച്ചു നിൽക്കേണ്ടത്. അടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ വീണ്ടും പിന്മാറ്റത്തിന് അനുഭവത്തിൽ പോകും. പിന്നെ പിശാച് അവിടെ ജയമെടുക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിമുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ യോഹന്നാന്റെ സുവിശേഷവും 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 8:30. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. യഹൂദന്മാരോട് യേശു പറയുന്നു, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി ശിഷ്യന്മാരായി. ഇപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ വാസ്തവമായി ശിഷ്യന്മാരാവുകയുള്ളൂ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നാം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പോൾ എന്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് പാപത്തിൽ
പാപത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മനുഷ്യ ഭയത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. മരണഭീതിയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, അതിൽ നിന്നെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ എൻ്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ ദുഃഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവുമാണ്. അപ്പോൾ ആ ഒരു ദുഃഖമാണ് നാം ഏൽക്കേണ്ടത്. പാപത്തിൻ്റെ ദുഃഖത്തിലേക്ക് നാം പോകരുത്. പിന്നെയും അടിമ ദുഃഖത്തിൽ കുടുങ്ങി പോകരുത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നാലാമതായിട്ടുള്ള സ്പിരിച്വൽ റൈറ്റ്, സ്വർഗീയമായ അവകാശം എന്ന് പറയുന്നത് ദൈവത്തോട് നേരിട്ട് അടുക്കാനുള്ളൊരു അവകാശമാണ്. അപ്രോച്ച് ഗോഡ് ഡയറക്റ്റ്ലി. ദൈവത്തോട് നേരിട്ട് നമുക്ക് അടുക്കുവാൻ സാധിക്കും. അതിന് മീഡിയേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. മീഡിയേറ്റേഴ്സായിട്ട് കന്യാമറിയാമിൻ്റെയോ മറ്റ് വിശുദ്ധന്മാരുടെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെയുള്ള സ്വാതന്ത്ര്യ കർത്താവ് തന്നിട്ടുണ്ട്. എബ്രായർ 4:16 പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള ക്രമ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. ആ കൃപാസനത്തിലേക്ക് അടുത്തേക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെല്ലുവാൻ പ്രാർത്ഥനയാണ് വേണ്ടത്, വചനധ്യാനമാണ് വേണ്ടത്, നമ്മുടെ ദൈവസ്നേഹമാണ്, ദൈവഭയമാണ് നമുക്ക് വേണ്ടത്, വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ പഴയ നിയമകാലത്തിലെ പോലെ മഹാപുരോഹിതൻ വളരെ വിറച്ചും കൊണ്ട് ഭയത്തോടെ വിറയലോടെയാണ് ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത്, ചോരത്തളിയുമായി, പാപപരിഹാരത്തിനായി. പക്ഷേ ഏത് സമയമാണ് അവൻ മരിച്ചു വീഴുന്നതെന്ന് അറിയാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഭയവിഹുലരായിട്ടാണ് അവർ കൃപാസനത്തിനടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്നത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്. എന്നാൽ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം. കാരണം പുതിയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിൽ കൂടി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കർത്താവിനോട് നേരിട്ട് അടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. ധൈര്യത്തോടെ കർത്താവിനടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ആരും ലംഘിച്ചു പോവുകയില്ല. കാരണം നാം വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ നാം ലംഘിച്ചു പോകുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലംഘിച്ചു പോകുകയില്ല. വിശ്വസിച്ചവർക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർ വചനമനുസരിക്കായാൽ ഇടറി വീഴുന്നു, ഇടറിപ്പോകുന്നു. വചനമനുസരിക്കായാൽ അവർ ഇടറിപ്പോകുന്നു. എന്നാൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും. സാധാരണക്കാരല്ല നമ്മളെ കണ്ടങ്ങനെ വയ്യാതെ കുടുങ്ങിയും പ്രയാസമായിട്ടാണെങ്കിലും ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. ദൈവം നമ്മളെ കാണുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്, വിശുദ്ധ വംശമായിട്ടാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ടാണ് നമ്മെ കാണുന്നത്. ഹല്ലേലൂയ. ആ ഒരു പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നേരിട്ട് ദൈവത്തോട് അടുക്കാനുള്ളൊരു അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ സ്വന്തം ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നേരത്തെ കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ കരുണ ലഭിച്ചവരാണ്. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. 5-ാമത്തെ അവകാശം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള അവകാശമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള അവകാശം. അപ്പോസ്തല പ്രവൃത്തികൾ 2:4 എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ അവിടെ മാളികമുറിയിൽ കൂടിയിരുന്ന ജനത്തിന് ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം ഇവിടെ നടന്നു. വായിക്കേണ്ട എഫേസ്യർ 1:14 അത് പറയുന്നുണ്ട്. അവകാശത്തിൻ്റെ ഒരു അച്ചാരമാണ്, ഒരു അഡ്വാൻസാണ്. ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം ഒരു അഡ്വാൻസ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവ് തരുന്ന അവകാശത്തിൻ്റെ ഒരു അച്ചാരമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവിനെ നമുക്ക് തന്നു. ആത്മാവിൻ്റെ ഫലം ഉള്ളവരായിരിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം. ആ ഫലമുള്ളവരായിരിക്കണം. ഈ ഫലമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാവ് അവരിൽ വസിക്കുന്നില്ല. ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ അതിൽ ഒരു ഫലമല്ല, ഒറ്റ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് മൊത്തം കൂടെ 9 കൂടെ ചേർന്ന് ഒറ്റ ഫലം തന്നെയാണ് ആത്മാവിൻ്റെ ഫലം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല,
ആത്മസ്വഭാവമുള്ളവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ നാം ജഡത്തിൻ്റെ രീതിയിലല്ല നടക്കുന്നത്. ആത്മസ്വഭാവമുള്ളവരാണ്, ആത്മാവിൻ്റെ സ്വഭാവമാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ള ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ള ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്ക് നീങ്ങുന്നു, അന്ന് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. ആ ഒരു അനുഭവത്തിലാണ് നാം ഓരോ ദിവസവും ആയിരിക്കേണ്ടത്. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നു, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുന്നു. ആ നിത്യജീവനെ അവകാശമാക്കി മുന്നോട്ട് പോകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാവിനെ പകർന്നു. അതുപോലെ തന്നെ സഭയിൽ ആത്മീയ ദാനങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം, സഭയിൽ ആത്മീയ ദാനങ്ങൾ, ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുവാനുള്ള അവകാശവും തന്നിട്ടുണ്ട്. കാരണം ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്നാണ് 1 കൊരിന്ത്യർ 12:7 പറയുന്നത്. ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. ഒരാൾക്ക് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും, മറ്റൊരാൾക്ക് പരിജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും, വേറൊരാൾക്ക് വിശ്വാസമായിരിക്കും ദൈവം വർദ്ധിപ്പിക്കുന്നത്. ആത്മാവുണ്ട്. അതുപോലെ ആത്മാവിൻ്റെ വരം, രോഗശാന്തിയുടെ വരമുണ്ട്, വീരപ്രവൃത്തികളുടെ വരമുണ്ട്, പ്രവചന വരമുണ്ട്, ആത്മാക്കളുടെ വിവേചന വരമുണ്ട്, അതുപോലെ പലവിധ ഭാഷാവരങ്ങളുണ്ട്, അതുപോലെ ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്. അവിടെ തന്നെ 9 കാര്യങ്ങൾ അവിടെ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാം കർത്താവ് അമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വരങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഏതെങ്കിലും ഒരു വരമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ആത്മാവിൻ്റെ ഫലം കംപ്ലീറ്റ് ആയിട്ട് നമുക്കുണ്ടായിരിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം വിവേചനപരവും വളരെയധികം ആവശ്യമാണ്. വിവേചനമില്ലെങ്കിൽ നമുക്ക് ആളിനെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. കാരണം വേഷം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 7-ാമതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും അവകാശങ്ങളിലും പങ്കുചേരാനുള്ള അവകാശമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, അതുപോലെ അവകാശങ്ങൾ, ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഗോഡ്സ് പ്രോമിസസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത സമയം ചുരുക്കിയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പാപത്തെയും സാത്താനെയും ജയിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. നാം പാപത്തെ ജയിക്കണം. റൈറ്റ് ഫോർ വിക്ടറി ഓവർ സിൻ ആൻഡ് സാത്താൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളെയും തകർക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഒന്നും നിങ്ങൾക്കൊരു ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അതിന് നാം ചെയ്യേണ്ട കർത്താവിൻ്റെ അമിതബലത്തിൽ നാം ശക്തിപ്പെടണം. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മുന്നേറണം. സത്യത്തോടെ, നീതിയോടെ, ദുഷ്ടന തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസത്തോടെ, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ പാപം നമ്മളിൽ കർത്തൃത്വം നടത്താതെ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ടെങ്കിൽ പാപം നമ്മളിൽ ഒരിക്കലും കർത്തൃത്വം നടത്തുകയില്ല. അങ്ങനെ പാപത്തെയും സാത്താനെയും നാം ജയിക്കുന്നവരായിരിക്കണം. അതിൽ നാം തോക്കുകയല്ല, അതിൽ ജയാളിയായി മുന്നേറുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. യഹോവയിൽ തന്നെ സന്തോഷിപ്പാൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ സമാധാനവും സന്തോഷവും ഉണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുവാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാ വിഷയം വന്നാലും നമ്മൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കും. ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ സമാധാനം, സന്തോഷം ഇതെല്ലാം കർത്താവ് തരുന്നു. അപ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. പ്രത്യാശ തരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പ്രത്യാശയിലൊരു സമൃദ്ധി ഉണ്ടാകുന്നത്. ആ പ്രത്യാശയിൽ സമൃദ്ധി തരുന്നു. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. അതെല്ലാം ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. അതെല്ലാം ദൈവം തരുന്ന അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ നമുക്കുള്ളതാണ്. 10ാമത് യഹോവ എൻ്റെ അവകാശം. ദൈവം എൻ്റെ അവകാശമാണ്. ധൈര്യത്തോടൊന്ന് പറയാമോ? യഹോവ എൻ്റെ അവകാശം.
അപ്പോസ്തലനായ നമുക്കറിയാം വിലാപങ്ങളിൽ യിരെമ്യാവ് പറയുന്നുണ്ട് 3:24-25 വാക്യങ്ങളിൽ. അവിടെ യിരെമ്യാവ് പറയുന്നു, ഭക്തൻ വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകനാണ്. കരയുന്ന പ്രവാചകൻ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല യിരെമ്യാവ് കരഞ്ഞത്, ഇസ്രായേൽ ജനത്തിനു വേണ്ടി, അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, അവർ നേരായ പാതയിൽ കർത്താവിനോട് കൂടെ നിൽക്കുവാൻ വേണ്ടിയാണ് വിലപിച്ചത്. കരയുന്ന വീപ്പിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ. അവിടെ ആ കരച്ചിലോടുകൂടിയാണ് ആ വിലാപങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും വീണ്ടും പ്രത്യാശയിലേക്ക് യിരെമ്യാവ് കടക്കുകയാണ്. പ്രത്യാശയുടെ ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. വിലാപങ്ങൾ 3:24-25 വാക്യങ്ങൾ പറയുന്നു, യഹോവയുടെ ഓഹരി എന്നെൻ്റെ ഉള്ളം പറയുന്നു. അവിടെ പറയുന്ന പ്രത്യാശയാണ്. യഹോവയുടെ ഓഹരി, യഹോവയാണ് എൻ്റെ അവകാശം, എൻ്റെ ദൈവത്തിൻ്റെ അവകാശമാണ്, എൻ്റെ ഓഹരിയാണെന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. നാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ യഹോവ നല്ലവനാണ്, അന്വേഷിക്കുന്നുവെങ്കിൽ യഹോവ നമുക്ക് നല്ലവനാണ്. യഹോവയുടെ കോപമൊക്കെയും ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ ദൈവത്തിൻ്റെ ദയ ഒരിക്കലും നമ്മെ വിട്ടുമാറുകയില്ല. കർത്താവിൻ്റെ ദയ എപ്പോഴും നമ്മെ നടത്തും, പരിപാലിക്കും. അതൊക്കെയും ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. യഹോവ എൻ്റെ അവകാശമാണ്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെ ഉറച്ചു വിരിക്കുന്നു. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ഉപനിധിയാണ്, എൻ്റെ നിക്ഷേപമാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ ആശ്രയമാണ്, അല്ലെങ്കിൽ എൻ്റെ അവകാശമാണ്. നമ്മൾ ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകണം. കർത്താവിൻ്റെ അവകാശമാണ്, എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ്, എൻ്റെ യേശു കർത്താവാണ് എൻ്റെ അവകാശം. അതുപോലെ തന്നെ 11-ാമത് കാണുവാൻ സാധിക്കും, നിത്യജീവൻ പ്രാപിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഗെറ്റ് എറ്റേണൽ ലൈഫ്. എല്ലാവർക്കും കാണാപ്പാട് പറയാം. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നിത്യജീവൻ തരാൻ വേണ്ടിയാണ് യേശുവിനെ, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യപുത്രനായിട്ട് അയച്ചത്. നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുവാൻ, നിത്യജീവന് വേണ്ടി നമ്മെ ഒരുക്കുവാൻ, അതിനു വേണ്ടി നമ്മെ അവസാനമായി 12-ാമത് നിത്യമായ അവകാശങ്ങൾ. നിത്യമായ അവകാശങ്ങൾ വിശദീകരിക്കുന്നില്ല. 4 കാര്യങ്ങളാണ് നിത്യമായ അവകാശങ്ങൾ. ഒന്ന് 119:11 സങ്കീർത്തനം 119:11 പറയുന്നു, ദൈവവചനം ശാശ്വത അവകാശമാണ്. നമ്മുടെ അവകാശമാണ് ദൈവവചനം. അത് നമ്മുടെ ഒരു ദിവസത്തെ അവകാശമല്ല. അവിടെ പറയുന്നു ആ ഭാഗത്ത്, ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ വചനങ്ങളെ ഞാൻ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ ശാശ്വതമായ അവകാശം വചനമാണ്. രണ്ടാമത് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള സ്ഥാനമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള സ്ഥാനം ദൈവം നമുക്ക് ആ സ്ഥാനം തന്നിട്ടുണ്ട്. പൗലോസിനോട് തന്നെ പറയുന്നു. പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 26:18 ആ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യങ്ങൾ അറിയിക്കുന്നുണ്ട്. കാരണം പൗലോസിനെ ശുശ്രൂഷകന് സാക്ഷിയുമായിട്ട് നിയമിപ്പാൻ യേശു പ്രത്യക്ഷനായി. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പ്രത്യക്ഷനായി. അവിടെ വെച്ച് അഗ്രിപ്പ രാജാവിനോട് പറയുമ്പോൾ പറയുന്നൊരു വാചകം ഇതാണ്. 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. അപ്പോൾ ജനത്തിന് പാപമോചനം ലഭിക്കുവാൻ എന്തിനു വേണ്ടിയാണ് അവകാശം? ജനത്തിന് പാപമോചനം ലഭിക്കുവാൻ. അതുപോലെ എന്നിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ക്രിസ്തുവിൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം നമുക്ക് ലഭിക്കും. വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശം നമുക്ക് ലഭിക്കും. ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാൻ, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ നമ്മളുള്ള സ്നേഹമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള സ്ഥാനമാണ് നമുക്ക് കർത്താവ് തരുന്നത്. മൂന്നാമത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം ലഭിക്കുന്നു. കൊലോസ്യർ 1:12 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൊലോസ്യർ 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ, അപ്പോൾ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അവസാനമായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം
14-ാമത്തെ 1-2 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ അവിടെ കിങ്സ് ജെയിംസ് വേർഷനിൽ പറയുന്നത്, KJV പറയുന്നത് അവിടെ മാൻഷൻസ് എന്നാണ്. വെറും വാസസ്ഥലമല്ല, അത് മാൻഷനാണ്, അത് കൊട്ടാരമാണ് ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു വാസസ്ഥലം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി. അവിടെ കണ്ണുനീരില്ല, ആ മാൻഷൻസിൽ കണ്ണുനീരില്ല, അവിടെ ദുഃഖവും വിളിയുമില്ല. ഹല്ലേലൂയ. അവിടെ കഷ്ടത ഇനി ഉണ്ടാവുകയില്ല. ആ ഹല്ലേലൂയ, സ്തോത്രം. എന്നെല്ലാം സ്വർഗീയമായ അനുഭവത്തിൽ കഴിയുവാൻ തക്കമുള്ള ഭാഗ്യമാണ് തരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിനെ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. കനാൻ ദേശത്ത് ചെല്ലുവാൻ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നാം പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന്, ആ നിത്യതയിൽ പ്രാപ്ക്കാൻ തക്കവണ്ണം സ്വർഗത്തിൽ അവകാശികളായി കർത്താവിനോട് കൂടെ വസിപ്പാൻ തക്കവണ്ണം നാം പോകേണ്ട പാതയിൽ നടക്കുവാൻ കർത്താവ് നമ്മെ വഴി നടത്തും. കർത്താവിൻ്റെ വരവാസന്നമായി, കർത്താവിൻ്റെ വരവേറ്റുവാസന്നമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ വെറുതെയല്ല. ഓരോരുത്തർക്കും പ്രവർത്തിക്കത്തക്ക പ്രതിഫലമുണ്ട്. അവനവൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതിലൊക്കെ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനം മുമ്പിൽ നാം വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ കിരീടങ്ങൾ കൊടുക്കുന്ന അനുഭവമുണ്ട്, പ്രശംസാ കിരീടമുണ്ട്, വാടാത്ത കിരീടമുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, നീതിയുടെ കിരീടമുണ്ട്, അതുപോലെ ജീവകിരീടമുണ്ട്, തേജസ്സിൻ്റെ വാടാത്ത കിരീടമുണ്ട്, പൊൻകിരീടമുണ്ട്. ഓരോരുത്തരുടെയും പ്രവർത്തിക്കത്തക്കമുള്ള കിരീടം അവർക്ക് ലഭിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടുമാറാകട്ടെ. കർത്താവ് വരാറായി, കാഹളനാദം കേൾക്കാറായി. കേട്ട നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കേട്ട വചനത്തിനും ഭാഗം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് തരുന്ന അവകാശങ്ങൾ, ആ നിത്യമായ അവകാശങ്ങൾ, ആ സ്വർഗീയമായ അവകാശങ്ങൾ, ആ സ്പിരിച്വൽ റൈറ്റ്സിന് ഞങ്ങൾ ഓരോരുത്തരും ഭാഗവാക്കാകുവാൻ, പങ്കാളികളാകുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. ദൈവകൃപ എല്ലാവരുടെ മേലും ചൊരിയപ്പെടുമാറാകട്ടെ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകട്ടെ. സ്വർഗീയമായ സമാധാനത്താൽ നിറയപ്പെടുമാറാകട്ടെ. നിത്യതയ്ക്ക് അവകാശികളാകുമാറാകട്ടെ. ആ മാൻഷൻസിന്, ആ സ്വർഗീയ ഭവനത്തിന് അവകാശികളായി മാറട്ടെ. വിശുദ്ധന്മാരുടെ ഇടയിലുള്ള സ്ഥാനം ലഭിപ്പാൻ തക്കവണ്ണം എല്ലാവരും ഒരുക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുമ്പോൾ ആരും അതിൽ ഹല്ലേലൂയ വീണു പോകാനിടയാകാതെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ, നിത്യതയ്ക്ക് അവകാശികളാകുവാൻ സ്വർഗീയമായ കൃപ ഓരോരുത്തരിലും പകരപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ഹല്ലേലൂയ കൃപ നിറയപ്പെടട്ടെ. സ്വർഗീയമായ സമാധാനത്താലും സന്തോഷത്താലും ഓരോ ദിവസം നടത്തുമാറാകട്ടെ. രോഗശക്തികൾ, എല്ലാ രോഗബന്ധന ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ദുഃഖത്തിൻ്റെ അമിക്കേറുകൾ അഴിഞ്ഞു മാറട്ടെ. അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവകൃപ എല്ലാവരുടെ മേലും ചൊരിയപ്പെടുമാറാകട്ടെ. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ എല്ലാവരും ഉപയോഗിക്കപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കുള്ള അവസരം തന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസനൽ ഈ ഉപവാസത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ കടന്നു വന്ന് അനുഗ്രഹിതമായ വചന ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആലയ സഭയുടെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മാറ്റമില്ലാത്ത വചനം, ഹല്ലേലൂയ, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഹല്ലേലൂയ ആ കർത്താവിൻ്റെ അവകാശത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ കേൾപ്പാനിടയായല്ലോ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഹല്ലേലൂയ, വാട്ടവും മാലിന്യവുമില്ലാത്ത ഹല്ലേലൂയ അനിത്യമായ അവകാശങ്ങൾ, അനേക അവകാശങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിലുള്ളതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, മറഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിലെ അവകാശങ്ങളെല്ലാം നഷ്ടമാകുന്നതാണ്. അത് വാട്ടമുള്ളതാണ്, മാലിന്യമുള്ളതാണ്, അതെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ സ്ഥിരമായ അവകാശങ്ങൾ, നിത്യമായ അവകാശങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് നേടുവാൻ ഈ ലോകത്തിലുള്ളതിനെല്ലാം വെറുമയായി എണ്ണിക്കൊണ്ട് അതിനെല്ലാം പിറകിൽ കളഞ്ഞുകൊണ്ട് ആ മുന്നോട്ടോടുവാനുള്ള ആ ഒരു
ഒരു സമർപ്പണം ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഈ ലോകത്തിലെ ആയുസ് അല്പകാലത്തേക്കുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് വിളിക്കുമ്പോൾ നാം എല്ലാവരും ഈ ലോകം വിട്ട് പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒന്ന് കർത്താവിൻ്റെ കൂടെയുള്ള ആവാസം മാത്രമാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കേണ്ടതിനായിട്ട് ഇന്ന് രാത്രി കേട്ട വചനങ്ങളെല്ലാം ഹല്ലേലൂയ നമുക്ക് കാരണമായി തീരുവാൻ ഒരു നിമിഷം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഈ ലോകത്തിലുള്ള എല്ലാം മാറിപ്പോകും, അതെല്ലാം നശ്വരമാണ് കർത്താവേ, എന്നാൽ അനശ്വരമായ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ ഹല്ലേലൂയ രക്തത്താൽ അനുനിമിഷം കഴുകപ്പെട്ട് ഞങ്ങളുടെ കുറവുകൾ അനുനിമിഷം കണ്ടുപിടിച്ച് ഹല്ലേലൂയ ഞങ്ങൾ യഥാർത്ഥമായി യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് ഒരുക്കപ്പെട്ടവരായി ഹല്ലേലൂയ സ്തോത്ര കർത്താവിൻ്റെ വരവെങ്കിൽ ഹലുവാട്ടവും മാലിന്യവും ഇല്ലാത്തവരായി കാണപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഈ വചനത്താൽ പിന്നെയും ഒരുക്കണമേ എന്ന് നിങ്ങൾ കേട്ട വചന നിമിത്തം ഇന്ന് രാത്രി ശുദ്ധിയുള്ളവരെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്ന പ്രകാരം കർത്താവ് നമ്മെ കഴുകേണ്ടതിനായി എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ശ്രേഷ്ഠമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുക്കട്ടെ. പാപമോചനത്തെ തന്നുകൊണ്ട്, രോഗസൗഖ്യം തന്നുകൊണ്ട്, നിത്യമായ അവകാശങ്ങൾ, കിരീടങ്ങൾ തന്നുകൊണ്ട് ഹാലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അവകാശങ്ങളെല്ലാം നമ്മുടെ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ഔപനിധി കാത്തന്ത്യത്തോളം നമ്മെ നിലനിർത്തേണ്ടതിന് എല്ലാവരും സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഞങ്ങൾക്കൊന്നും നഷ്ടമാകരുത്, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പ്രാപിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവം ഇടയാകണം. അതിനുവേണ്ടി വിശുദ്ധിയോടെ അല്ലെങ്കിൽ ഞങ്ങളുടെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ 3 ദിനത്തിലെ ഉപവാസ പ്രാർത്ഥന നമ്മെ ഒന്നുകൂടെ ഒരുക്കുന്നതും ശുദ്ധീകരിക്കുന്നതും വിടുവിക്കുന്നതുമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വരുന്ന 3 ദിനങ്ങളിലെയും പ്രാർത്ഥനകളെയും ഉപവാസങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു വരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ മധ്യവചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ അബ്രഹാം തരം സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിൻ്റെ മറ്റു സ്റ്റേറ്റുകളുടെ ചുമതലയായിട്ട് പ്രസിഡൻ്റായി സ്ഥാനം അനുഷ്ഠിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ അനവധിയുണ്ട്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ പലരെയും ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടേതായ പ്രൈസൽ വാർത്തകളിലൂടെ അറിയുവാനിടയായല്ലോ. PMGയിലെയും ചില ദൈവദാസന്മാരെ കുടുംബമായി അവരെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് തടവറയിൽ ആക്കിയിരിക്കുന്നു, റിമാൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതുവരെയും അവർക്കെതിരെ കേസ് പോലും എടുക്കാത്ത വിഷയങ്ങളായിട്ടൊക്കെയും അതിനെ നിലനിൽക്കുമ്പോൾ ഒരു നിമിഷം സ്തോത്രത്തോടെ എല്ലാവരും ഒന്ന് ജാഗരിച്ചാട്ട് അവരെല്ലാം ദൈവം വിട്ടയക്കണം. എല്ലാ ദൈവമക്കളെയും വിട്ടയക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ വിടുതല മണ്ഡലങ്ങളിൽ അയക്കണം. ദൈവപ്രവൃത്തി ആ മണ്ഡലങ്ങളിൽ അയക്കട്ടെ. എല്ലാ PMGയുടെ മാത്രമല്ല എല്ലാ വേർപെട്ട സഭകളെയും എല്ലാ ദൈവദാസന്മാരെയും അവിടെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് രാത്രി രോഗികളായിരിക്കുന്ന എല്ലാവർക്കും ദൈവം സൗഖ്യമെടുക്കട്ടെ. സൈമൺ ജാൻ പറഞ്ഞ അമ്മാമ്മയുടെ വിഷയത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നാളെ നടക്കേണ്ടുന്ന മീറ്റിങ്ങിനെയും വഹിച്ചുകൊണ്ട് ഉപസിക്കുന്ന ദൈവമക്കളെ വഹിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവസമായി സ്നേഹിക്കുന്ന സുഖിതാന്തയമേ നല്ല രാത്രിക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ പ്രാരംഭ രാത്രി കർത്തൃപാദത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട്, പ്രാർത്ഥിപ്പാനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കേട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ ബലപ്പെടുവാനൊക്കെ ആയിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ അനേക അവകാശങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രികാലം കേൾപ്പാനിടയായാലോ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ഇന്ന് കേൾപ്പിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇത് അന്ത്യകാലമാകയാൽ ഈ ലോകത്തോട് പൂർണ്ണമായ ഒരു വേർപാട് പാലിച്ചുകൊണ്ട് ഭക്തികെട്ടതായ ലോകത്തിനു നിന്ന് പൂർണ്ണമായ ഒരു വേർപാട് പാലിപ്പാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ആ നിത്യമായ അവകാശം പ്രാപിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹല്ലേലൂയ അപ്രകാരം ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകം എൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുന്നുള്ളതായ ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിപ്പാനായിട്ട് കർത്താവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അനേക ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോഴും നിത്യതരായ ദർശനം ഹല്ലേലൂയ അതൊട്ടും തന്നെ ചോർന്നു പോകാതെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ടുള്ള പ്രാഗൽഭ്യം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ പൂർണ്ണമായി നിർമ്മലരായിട്ട് വിശുദ്ധരായിട്ട് ജീവിപ്പാൻ തക്കോണം കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനായ സ്തോത്രം ചെയ്യുന്ന തരകൻ സാറിനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യപ്രദേശ് നടക്കുന്ന എല്ലാ
പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അവിടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ദൈവജനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ, കർത്താവിൻ്റെ ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ ദേശത്ത് അത് ഹല്ലേലൂയ ആ പ്രകാരം ആ പ്രതിസന്ധിയിലായിരിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുവാനായിട്ട് കർത്താവ് തൻ്റെ കരങ്ങളെ ഈ ദിവസങ്ങളിൽ ചലിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവസഭ ഞങ്ങളുടെ കരങ്ങൾ വീണ്ടും ഏൽപ്പിക്കുകയാണ്. ടി കൊച്ചി പാസ്റ്ററായി പ്രാർത്ഥിക്കും, ജോൺ പാസ്റ്ററായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താദാസന്മാരെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതിന്മേലെല്ലാം കർത്താവ് കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം ഞങ്ങളുടെ വൈഫ് കുഞ്ഞുമോളാൻറ്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ സൗഖ്യം വിടുതലും ആശ്വാസം കർത്താവ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ശരീരക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും കർത്താവ് വിടുവിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാളെ നടക്കുന്ന മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, നാളെ ദൈവത്തിൻ്റെ വചനമായിട്ട് കടന്നു വരുന്ന കർത്താവിൻ്റെ ആശ്രയം തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസരായിരിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും നടക്കുന്ന യോഗങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളുടെ പാതപിടുത്തലായിരിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവജനം കേട്ട് ബലപ്പെടുവാനായിട്ട് അങ്ങ് സഹായിച്ചാനായിട്ട് സ്തോത്രം. ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. പിരിയാത്ത ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും രാത്രി വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വാസത്തോടെ എല്ലാവരും നാളെ കൃത്യം 10:30 തന്നെ കടന്നു വരണം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ്ക്കുട്ടി കോട്ടൂർ നമ്മുടെ മധ്യയിൽ ദൈവവചനം ശുശ്രൂഷിക്കും. എല്ലാവരും ഒരുക്കത്തോടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒക്കെ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ആൾ വേണം. പ്രൈസ് ദി ലോർഡ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്.